ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ അരിയിലൊക്കെ കാണില്ലേ വണ്ടുകൾ, കുഞ്ഞു കുഞ്ഞി വണ്ടുകൾ, അതായത് അതിൻ്റെ മുഖഭാഗം കൂർത്തും കൊണ്ടുള്ളത്. ഞങ്ങളിവിടെ കുറിഞ്ചാത്തൻ നട്ടത്തിന് പറയാം, നിങ്ങൾ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ അവരെ കുറിച്ചിട്ടാണ് സംസാരം. കാരണം നമ്മൾ അരിയൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും അരിയിൽ കാണാം. ഇവരെങ്ങനെ ഉണ്ടാവണമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം അല്ലേ. അതായത് ഈ എന്താ പറയുക വണ്ടുകൾ, അതായത് കുറിഞ്ചാത്തൻ അല്ലെങ്കിൽ അരിവണ്ട്, ഇവരുണ്ടാവണത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ധാന്യത്തിൻ്റെ മണം എത്ര ദൂരത്ത് നിന്നിട്ടും ഇവർക്ക് അത് മണത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതായത് നമ്മൾ പണ്ടുള്ളവർ പറയില്ലേ, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ വലിയ തമിഴ്നാട്ടിൽ നിന്ന് എത്തും പറയില്ലേ, എന്ന പോലെ എവിടെ ധാന്യങ്ങളുണ്ടോ, അതായത് അരിമണി ഉണ്ടോ ഗോതമ്പുണ്ടോ എവിടെ നിന്ന് വെച്ചാണെങ്കിലും ഇവരവിടെ എത്തും. അതായത് ഇവര് കൂടുതലായിട്ട് ഇവർക്ക് എന്താന്ന് വെച്ചാൽ തണുപ്പുള്ള പ്രദേശങ്ങൾ ഇവർക്ക് നിൽക്കാൻ കഴിയില്ല, ഇവര് വേഗം ചത്തുപോകും. അതുകൊണ്ട് ഈ മഴക്കാല സമയത്തൊന്നും നമ്മൾ അരികളിൽ അധികം നമ്മൾ ഈ കുറിഞ്ചാത്തനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. എന്നവര് ചൂടുകാലമായാലും അതായത് വേനൽക്കാലമായി കഴിഞ്ഞാൽ അരിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ നമ്മൾ തന്നെ പറയും, അരിയൊക്കെ കഴുകുമ്പോൾ എന്താ എവിറ്റിനെ എങ്ങനെയൊന്ന് കളയാന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താന്ന് വെച്ചാൽ പല പേരുകളിൽ അവർ അറിയപ്പെടുക. ഞാൻ പിന്നെയും പറയാം, നിങ്ങളെ നാട്ടിൽ എന്താ അതിന് പറയാന്ന് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ അരിമണിയിൽ ഇവർ വന്ന് പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു അരിമണിക്കുള്ളിൽ ഈ പെൺ അരിവണ്ടുകൾ ഉണ്ടല്ലോ, വണ്ടി വരുന്നുണ്ട് കേട്ടോ, ഒന്ന് പോട്ടെ എന്നിട്ട് പറയാം. അതായത് ഈ പെണ്ണരിവണ്ടുകൾ ഈ നമ്മളെ ഒരു അരിമണി എന്നുണ്ടെങ്കിൽ ആ ഒരു അരിമണിയുടെ ഉള്ളിൽ ഒരു ദ്വാരം ഉണ്ടാക്കും. എന്നിട്ട് ദ്വാരം ഉണ്ടാക്കിയിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ആ ദ്വാരം അവർ അടയ്ക്കും. അതിനൊക്കെയുള്ള കഴിവുണ്ട് അവർക്ക്. അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ മുട്ട വിരിഞ്ഞ് പുഴുക്കളായി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അവർ ആ അരിമണി തന്നെ കഴിച്ച് വലുതായിട്ട് പിന്നെ വണ്ടുകളുടെ രൂപത്തിലാണ് അവർ പുറത്തേക്ക് വരിക. അപ്പം അവർക്ക് അത്യാവശ്യം ചെറിയ ചിറകുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെയും ഈ പ്രോസസ്സ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ അരിമണിയിലും ഇവര് ഒരുപാട് വണ്ടുകൾ ഉണ്ടാവുമ്പോൾ പിന്നെ പെരുകല്ലേ ചെയ്യുക. അങ്ങനെ പെരുകി നമുക്ക് എന്ത് ചെയ്യും, അരി വെക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട്. അരി വെക്കാനല്ല, ചോറ് വെക്കാൻ. അതായത് ചോറ് വെക്കാൻ എടുക്കുമ്പോൾ നമ്മളെ മക്കളൊക്കെ ഇതിലിതാ പുഴു കിടക്കണില്ലേ, വണ്ട് കിടക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അരി എടുക്കാൻ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേഗം അതൊക്കെ ചത്ത് പൊങ്ങാറുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് കാണാം അല്ലേ. നമ്മുടെ ഈ അരിവണ്ടുകളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സിറ്റോഫിലസ് ഒറൈസ എന്നാണ് കേട്ടോ. അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഇവര് ദോഷമൊന്നുമില്ല, പക്ഷെ ഇവര്